അങ്ങനെ ഫൈനലി എൻ്റെ പെർഫ്യൂമിൻ്റെ ഷെൽഫ് ഞാൻ അങ്ങോട്ട് വലുതാക്കാൻ പോവാണ്. ആദ്യം ഞാനൊരു ഷെൽഫ് ക്രിയേറ്റ് ചെയ്തു, പെർഫ്യൂം ഫില്ലായി. പിന്നെ ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, അത് ഫുള്ളായി. പിന്നെ തെർമാക്കോളൊക്കെ വെച്ചിട്ട് 2 സ്റ്റെപ്പ് ആക്കിയിട്ട് ബാക്കിലും ഫ്രണ്ടിലൊക്കെ വെച്ചു, അതും ഏകദേശം ഫുള്ളായി. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പെർഫ്യൂം വെക്കാനുള്ള സ്പേസ് ഇല്ലാത്ത ഒരു കാരണം കൊണ്ട് മാഷാഅല്ലാ ആരും കണ്ണിറക്കരുത് കേട്ടോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു ഷെൽഫ്, ഒരു വലിയൊരു ഷെൽഫാണ് ക്രിയേറ്റ് ചെയ്തു. അതാണ് എൻ്റെ ബാക്കിലുള്ള ഒരു വലിയ ഷെൽഫ്. ഈ ഷെൽഫിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കണ്ടില്ലേ 3 സ്റ്റെപ്പ്, 1 2 3. അപ്പോൾ 3 സ്റ്റെപ്പിലായിട്ട് നമുക്ക് പെർഫ്യൂം വെക്കാൻ പറ്റും. ഇവിടെ വലിയ വലിയ ബോട്ടിൽ, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, അങ്ങനെ സ്മോൾ ബോട്ടിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫ്യൂമൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ പഴയ കളക്ഷൻ എന്താ, ഈ ചുമരിൻ്റെ ബാക്കിലാണ് എൻ്റെ ഒരു വർക്കിംഗ് സ്പേസ് വരുന്നത്. അവിടെ ഒരു ചെറിയ ഷെൽഫുണ്ട്, അതിലാണ് കംപ്ലീറ്റ് വെച്ചിട്ടുള്ളത്. ഇനി ആ പെർഫ്യൂം ഒക്കെ ഇവിടെ കൊടുന്ന് ഓർഗനൈസ് ചെയ്യണം. പിന്നെ കുറേ പെർഫ്യൂം ഇവിടെ ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്, അതുപോലെ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്, അങ്ങനെ ദാ ഈ സോഫയിലും വെച്ചിട്ട് അങ്ങനെ ഒരുപാട് പെർഫ്യൂം അവിടെയും ഇവിടെയും ഡിസോർഡർ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ഞാൻ കാണിക്കുന്നില്ല, അത് ഭയങ്കര റിസ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഗനൈസിങ് വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എൻ്റെ പഴയ കളക്ഷൻ ഒന്ന് കണ്ടോക്കാം. ഓക്കെ, എൻ്റെ പഴയ കളക്ഷൻ വരുന്നത് നൈറ്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇതാ ഇവിടാണ് എൻ്റെ പഴയ പെർഫ്യൂമിൻ്റെ കളക്ഷൻ. മാഷാഅല്ലാ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ തെർമാക്കോളിൻ്റെ സെറ്റപ്പ്. ഇതാണ് കണ്ടില്ലേ, ബാക്കിൽ തെർമാക്കോൾ 2 സ്റ്റെപ്പാക്കി വെച്ച് കാണാം. പിന്നെ ദാ ഇവിടെ കുറേ പെർഫ്യൂം ഇതിലുണ്ട്. പിന്നെ ദാ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ദാ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ താഴെ വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്, ഇതാ ഇവിടെ കുറച്ച് വെച്ച്. ഇത് ഡീക്കാൻറ്റിൻ്റെ സെറ്റപ്പ് കേട്ടോ. പിന്നെ ഇവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇതാ ഈ സാധനങ്ങൾ കംപ്ലീറ്റ് A to Z എടുത്ത് അത് ക്ലീൻ ആക്കിയിട്ട് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി വെക്കണം. അത് വലിയൊരു ടാസ്ക്കാണ്. വലിയൊരു ടാസ്ക് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. കംപ്ലീറ്റ് A to Z എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ എന്നാലും കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പെർഫ്യൂം ഇതാ നമ്മുടെ ബാഗിലോട്ട് ഇട്ട് നമ്മൾ ആ റൂമിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ, ചില്ലറ പണിയൊന്നല്ല കേട്ടത്, ഭയങ്കര റിസ്ക്കാണ്. ടയർഡായി. ഓ എൻ്റെ പൊന്നെ, അതാണ്ടൊക്കെ വേർത്തിട്ട് കുളിച്ച്. ഇവിടെ AC ഉണ്ട്, അവിടെ ഫാൻ ഇട്ടിട്ടും ഒരു കാര്യമില്ല. കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ഇതാ എല്ലാ പെർഫ്യൂം, എല്ലാം ഒരു 90-80% പെർഫ്യൂം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കൊണ്ടുവരാനുണ്ട്. അതൊക്കെ ചെറിയ ബ്രാൻഡാണ്. മേജറായിട്ടുള്ള സകല പെർഫ്യൂമും ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം നിലത്ത് വെച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ ഷെൽഫിലോട്ട് കയറ്റണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ക്ലീൻ ആക്കലാണ് ടാസ്ക്. പിന്നെ ഇത് ഓർഗനൈസ് ചെയ്യണം. ഏതൊക്കെ ബ്രാൻഡ് എവിടെയൊക്കെ വരണം, എങ്ങനെയൊക്കെ ഇത് അറേഞ്ച് ചെയ്യണം, കാണാൻ ലുക്ക് കിട്ടുന്ന രൂപത്തിൽ. ഇറ്റ് വിൽ ടേക്ക് ടു മച്ച് ടൈം. ഓൾമോസ്റ്റ് എല്ലാ പെർഫ്യൂമും, എല്ലാതുമില്ല, ഒരു 80% പെർഫ്യൂമും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. കാർല കിച്ചൻ ഏകദേശം എനിക്ക് തോന്നുന്നു. എന്ത് ചെയ്യാ, ഇവിടെ കുറേ ബ്രാൻഡ് വെച്ചിട്ടുണ്ട്. റീഫിൻ്റെ പുതിയതാണിത്, ഇവിടെ കിടക്കട്ടെ. അതുപോലെ സമദ്, അഹമ്മദ്, എസ്കാരൊക്കെ അത് കൂടും. ഇതൊക്കെ ഇവിടെ വെക്കാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് മറന്നു പോകും ചിലപ്പോൾ. എസ്കാലോ വെക്കാനുള്ളതല്ല, പിന്നെ കയ്യുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം, അതിനൊക്കെ ഉള്ളതാണ്. ഇവിടെ ഏതാണ്, ഇവിടെയും കിടക്കുന്നുണ്ട്. ഇത് കുറച്ച് നീഷ് ഐറ്റംസാണ്, നീഷ ആൻഡ് ഡിസൈനറാണിത്. ഓക്കെ, ഇതെവിടെ വെക്കാം. ഇനിയുണ്ടോ, എന്താ ഈ സാധനം, എൻ്റെ
മോനെ 1.5 മുട്ടിങ്ങ വെയിറ്റ്. പിന്നെ അത് ഇവിടെ കിടക്കുന്നുണ്ട് കുറച്ചു നേരം. വേറെ ഏതുള്ളത്? കാലി ബോക്സാ. അതവിടെ വെക്കാനുള്ള ഷെൽഫിൽ വെക്കാനുള്ളതല്ല, വെക്കാനായിട്ടില്ല. കാലി ബോക്സ് കേട്ടോ. ഓക്കെ, ഇതിലുണ്ട്. ഇതൊരു വിലപിടിപ്പുള്ളത് ഹലൂതാ. ഇതിലെവിടെ തുള്ളി ഇവിടെ എവിടെയോ ഉണ്ടാവും. ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാണ്ട്. ഓ എന്താ സ്മെല്ല്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ പെർഫ്യൂംസൊക്കെ ക്ലീൻ ആക്കിയിട്ട് നീറ്റാക്കിയിട്ട് ഇവിടെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. A few moments later. ഏകദേശം ഒരു 20% നമ്മൾ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഷെൽഫിൽ കയറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഫുള്ള് പെർഫ്യൂം നിലത്താട്ടോ. ഓക്കെ, ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതിലോട്ട് വെക്കണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാ ഇവിടെ കുറച്ച് അഹമ്മദ് അൽ മാരിബിൻ്റെയും പിന്നെ ഗിസൻ്റും നോയറും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് വലിയ ബോട്ടിൽ മേലെ വെച്ചു. ഇവിടെ അതിൻ്റെ ചെറുത്, ഇവിടെ അതിൻ്റെ ചെറുത്. ഓക്കെ, ഇവിടെ ഏകദേശം റീഫ് കൈയടക്കിട്ടാണ്. ഒരു റോ റീഫ് ഉണ്ട്. ഓക്കെ, ഇവിടെ റീഫ് വെച്ചു, ഇവിടെ റീഫ് വെച്ചു, ഇവിടെ 9 PM, ഇവിടെ 9 PM റെബലും അതും വെച്ച് ഇവിടെയാണ് സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ 2 കോളം കഴിഞ്ഞു. ഇവിടെ പിന്നെ ഫുള്ള് ഡിസൈനർ ആയിരിക്കും. ഇവിടെ ഡിസൈനർ, ഇവിടെ നീഷ്, അല്ലെങ്കിൽ ഡിസൈനറും നീഷും മിക്സ് ചെയ്തിട്ട്. ഓക്കെ, ഇതൊക്കെ ഇങ്ങോട്ട് വെക്കണം. പിന്നെ ഇനി ഇവിടെ സ്വിസ് അറേബ്യൻ്റെ സാധനം ഇവിടെ വെക്കണം. ഇവിടെ റസാസിൻ്റെയും അങ്ങനെ എല്ലാം കൂടി അടിച്ച് റെഡിയാക്കണം. അപ്പോൾ ഞാനതെല്ലാം എടുത്ത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, A few moments later. അപ്പോൾ ഏകദേശം നേരത്തെ കാണിച്ച പോലെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫുള്ള് സ്വിസ് അറേബ്യ വെച്ചു. റസാസിൻ്റെ സീരീസ്, അർമാഫിന് 2-3 പിന്നെ അഹമ്മദ് അൽ മാരിബിൻ്റെ കുറച്ച് പെർഫ്യൂമും. ഇവിടെ സ്വിസ് അറേബ്യൻ നിരത്തി വെച്ചു. പിന്നെ അഫ്നാനും സ്വിസ് അറേബ്യയും, പിന്നെ ഇമേജ്, പിന്നെ വന്നിട്ട് അഹമ്മദ് അൽ മാരിബിൻ്റെ കുറച്ച് പെർഫ്യൂം അങ്ങനെ നിരത്തി വെച്ചു. ഏകദേശം ഇപ്പോൾ 4 കള്ളി. ഓക്കെ, ഏകദേശം 1 2 3 4 5 6 റോ ഉണ്ട്. അതിൽ 4 കള്ളി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. 1 2 3 4. ഓക്കെ, ഇനി നമുക്ക് ഇതും കൂടിയാണ്, ഇത് 2 കൂടി തീർത്തിട്ട് പോയി കിടന്നുറങ്ങുക. ബാക്കി നാളെ. ഓക്കെ, എല്ലാം കൂടി ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല, കണ്ടില്ലേ. ഇനി ഒരുപാട് പെർഫ്യൂം ഉണ്ട്, ഇനി കുറേ ബോക്സ് ഒന്ന് ഇറക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം 2 റോ 3/4 ഭാഗമായിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഇവിടെ കുറച്ച് എല്ലാം മിക്സ്ഡ് ബ്രാൻഡ് വെച്ചു. ഇവിടെയും ഇത് രണ്ടും അധികം ഓൾമോസ്റ്റ് ഫ്രഷ് ലൈനപ്പിൽ വരുന്ന സാധനമാണ് കേട്ടോ. ചിലത് ഊതുണ്ട്. ഓക്കെ, ഇവിടെ ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഇവിടെ റീഫ്, അബ്ദുസമദ്, സ്വിസ് അറേബ്യ, അഫ്നാൻ, അഹമ്മദ് മിക്സ് ചെയ്തിട്ട് വെച്ചു. ഇവിടെയും വെച്ചു. ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്വിസ് അറേബ്യ, റസാസ് അങ്ങനെ വെച്ചു. ഇതും പിന്നെ ഈ ലൈനൊക്കെ ഇൻഷാല്ലാ നാളെ സെറ്റാക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ഒന്ന് നോക്കി വെക്കാം, എങ്ങനെ ഉണ്ട് നോക്കി വെക്കാം. ഓക്കെ, ഓ മാഷാല്ലാ കാണാൻ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടല്ലേ. ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വീട് ചെയ്യുമ്പോൾ സെറ്റാവും. 24 hours later. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇന്നലെ രാത്രി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട. ഓക്കെ, ഇന്ന് നമുക്ക് കവർ ചെയ്യേണ്ട ഏരിയ ഈ മുകൾ ഭാഗം. അറ്റ്ലീസ്റ്റ് ഇവിടെ ഈ ഡിസൈനർ നീഷ് ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ള കൂടിയാണ് സെറ്റപ്പ് ആക്കി വെക്കണം. ഓക്കെ, ഇന്ന് ഈ 2-3 റോ നമ്മൾ കംപ്ലീറ്റ് ആക്കും. 3 അല്ല, ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട്. ഓക്കെ, ഏതായാലും ഫസ്റ്റ് നമുക്ക് ഇവിടെ ചെയ്യാം. 24 hours later. ഗൈസ്, ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പെർഫ്യൂം നിലത്തുണ്ട്, കുറച്ച് ഇവിടെ ടേബിൾ മേലെ പൊട്ടിക്കാത്തുണ്ട്. ഇത് പിന്നെ ഇത് ആ കവറിലൊക്കെ ഉണ്ട്. അതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അത് പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഇനി ഈ ഒരു ഏരിയയിൽ കുറച്ച് ഇതുണ്ട്. ഏത് മിനിയേച്ചേഴ്സ് ഉണ്ട്, ലക്ഷറി പെർഫ്യൂംസിൻ്റെ ഒക്കെ ഒരു മിനിയേച്ചേഴ്സ്. അതും കൂടി ആഡ് ചെയ്യാണ്ട്. ആഡ് ചെയ്തിട്ട് അതൊന്ന് തെർത്തി ബാക്കി വെക്കുക. ഇനി നമുക്ക് കുറച്ച് മിനിയേച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, മുഷ്കിനും ഉണ്ട്,
ഇതിവിടെ വെക്കാം. വെർസാച്ചെ, പോറോം, ഇത് പിന്നെ ഏതൊരു സാധനം, ഇത് മൈസൺ മാർജേല ബബിൾ ബാത്ത്, സ്കാൻഡൽ, സ്പൈസ് ബോം എക്സ്ട്രീം, ഇതൊക്കെ ഡോൾഷെ ആൻഡ് ഗബാന, വെർസാച്ചെ ഡയമണ്ട് ബ്ലൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം ഫുൾഫിൽ ആയിട്ടുണ്ട്. അതിന് ഇവിടെ കുറച്ച് അഹമ്മദ് മാലിബിൻ്റെ അത്തറുകളുണ്ട്. ഇത് ഇവിടെ വെക്കും. തൽക്കാലം ഇവിടെ കിടക്കട്ടെ. ഈ സാധനങ്ങൾ കൊണ്ട് ബാക്കിൽ വെക്കാനുള്ള കേട്ടോ. ഇതൊക്കെ അടിയിൽ വെക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ പെർഫ്യൂമും ഓർഗനൈസ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇന്നൊരു 2-3 മണിക്കൂർ 3 മണിക്കൂറായിട്ട് ആയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം കഴിഞ്ഞു. ഇന്നലെ വെച്ചപ്പോൾ ഏകദേശം ഐഡിയ കിട്ടി എങ്ങനെ വെക്കണം, ഏതൊക്കെ എടുക്കണം എന്നുള്ളത്. ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ ബ്രാൻഡും അങ്ങനെ ആക്കിയിട്ടുണ്ട് വെച്ചു. പക്ഷെ അത് ഫുള്ള് മിക്സ് ചെയ്ത് കിടക്കുന്നുണ്ടാ. ചില ബ്രാൻഡ് അവിടെയും ഇവിടെയും കിടക്കുന്നുണ്ട്. എൻ്റെ പ്ലാന് ഇപ്പോൾ അഹമ്മദ് മാരിബിയാണ്. അഹമ്മദ് മാരിബി മൊത്തം ഒരു ഇതിൽ അങ്ങനെ ആയിരുന്നു. പക്ഷേ അങ്ങനെ വെക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും മാഷാ അല്ലാ. ഇതിൽ കുറേ ബ്രാൻഡ് ഇനി താഴോട്ട് പോകട്ടെ. പുതിയ കളക്ഷൻ വരുമ്പോൾ അത്ര ഹൈപ്പില്ലാത്ത, അത്ര ബെറ്റർ അല്ലാത്ത പെർഫ്യൂമൊക്കെ ഉണ്ടാവും. അതൊക്കെ താഴത്തോട്ട് വെക്കും. ഇപ്പോൾ തൽക്കാലം നമ്മളെല്ലാം ഇവിടെ ഓർഗനൈസ് വെച്ചിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇത് നല്ല രസമുണ്ട്. ഇത് നമ്മുടെ ഖുറൈശി സീരീസ്. ഇതിലിപ്പോൾ എത്ര പെർഫ്യൂം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എണ്ണുന്ന വീഡിയോ സെപ്പറേറ്റ് ആയി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ ശേഷം ഒരു 70-75% പെർഫ്യൂംസൊക്കെ ഞാൻ സ്വന്തം ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ്. ഓക്കെ, അതിലിതാ ഇത് ഫുള്ള് ഞാൻ വാങ്ങിയതാണ്. ഇതിലൊന്ന് കിട്ടിയതാണ്. ഇത് ഫുള്ള് ഓൾമോസ്റ്റ് ഞാൻ വാങ്ങിയതാണ്. അതൊക്കെ ഫുള്ള് വാങ്ങിയതാണ്. ഇത് ഫുള്ള് വാങ്ങിയതാണ്. ഓക്കെ, ഇതിൽ അൽഫ് എനിക്ക് ദുബായിൽ നിന്ന് ആരോ ഗിഫ്റ്റ് ചെയ്ത് തന്നാ. അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് ഫുൾ ഓൾമോസ്റ്റ് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അല്ല, ഇത് രണ്ടും അവർ അയച്ചെന്നാണ്. ഇതിൽ ഫുള്ള് ഞാൻ വാങ്ങിയതാണ്. ഇത് ഫുള്ള് നമ്മൾ വാങ്ങിയതാണ്. ഇത് രണ്ടും ഒഴിച്ച് ഇതിൽ ഓൾമോസ്റ്റ് ഇതൊഴിച്ച് ബാക്കി ഫുള്ള് ഞാൻ വാങ്ങിയതാണ്. ഇതിൽ ഇത് ഒക്കെ ഞാൻ വാങ്ങിയതാണ്. അതൊക്കെ അവർ അയച്ചെന്നാണ്. ഇതിലുള്ളതും ചിലത് ഞാൻ വാങ്ങിയതാണ്. ഇത് പിന്നെ ഓൾമോസ്റ്റ് അവർ അയച്ചു തന്നതാണ്. ഇത് ഞാൻ വാങ്ങിയതാണ്. കൂറ ഞാൻ വാങ്ങിയതാണ്. പിന്നെ അൽവിസാം ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ കോൺഫിഡൻഷ്യൽ ഞാൻ വാങ്ങിയതാണ്. ഇത് നമ്മൾ വാങ്ങിയതാണ്. ഇതിലുള്ളത് ഇത് ഫുള്ള് ഞാൻ വാങ്ങിയതാണ്. ഇതും ഞാൻ വാങ്ങിയതാണ്. ഇത് വാങ്ങിയതാണ്. ഇതിലുള്ള ചിലതൊക്കെ വാങ്ങിയതാണ്. ചിലത് അഹമ്മദ് അയച്ചെന്നാണ്. ഇത് ഫുള്ള് നമ്മൾ വാങ്ങിയതാണ്. ഓക്കെ, ഇതിലുള്ളതും ഓൾമോസ്റ്റ് എല്ലാം വാങ്ങിയതാണ്. ഇതിലുള്ളത് ഇതൊക്കെ വാങ്ങിയതാണ്. ഇത് വാങ്ങിയതാണ്. ഇത് രണ്ടും വാങ്ങിയതാണ്. ഇതിൽ ചിലത് വാങ്ങിയതൊക്കെ ഞാൻ വാങ്ങിയതാണ്. ഇത് ചിലത് ഇത് അഹമ്മദ് തന്നാണ് കേട്ടോ. വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഗിഫ്റ്റ് എന്നാണ്. ഇതൊക്കെ അയച്ചെന്നാണ്. ഇതിൽ ചിലത് വാങ്ങിയതുണ്ട്. ഇതൊക്കെ വാങ്ങിയതാണ്. ഇതൊക്കെ അയച്ചെന്നാ കേട്ടോ. ഇതൊക്കെ പ്രൊമോഷനുള്ളതാണ്. ഇതിൽ കുറേ ഞാൻ വാങ്ങിയതാണ്. നോക്കുമ്പോൾ ഒരു 70-75% പെർഫ്യൂംസും എൻ്റെ സ്വന്തം ക്യാഷ് കൊടുത്ത് ഞാൻ വാങ്ങിയതാണ്. ഓക്കെ, പിന്നെ ചെറിയ ബ്രാൻഡുകളൊക്കെ അവർ നമുക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് അയച്ചിരുന്നതാണ്. നല്ല നല്ല പ്രൊഡക്റ്റൊക്കെ. ഇനി ഇൻഷാ അല്ലാഹ് ദുബായിൽ തന്നെ കുറേ ഞാൻ വാങ്ങി വെച്ച കുറേ സാധനം ദുബായിലുണ്ട്. അയച്ചു തന്ന സാധനം കുറേ ദുബായിലുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ നാട്ടിലോട്ട് കൊണ്ടുവരണം. എൻ്റെ കയ്യിൽ കിട്ടിയ കുറേ പെർഫ്യൂം റൂമിലും അവിടെയൊക്കെ, എൻ്റെ ബെഡ്റൂമിൽ കുറച്ച് പെർഫ്യൂം ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന റൂമിൽ കുറച്ച് പെർഫ്യൂം ഉണ്ട്. അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ ടെസ്റ്റിനുള്ളതാണ്. ടെസ്റ്റ് കഴിഞ്ഞ ശേഷം ഇത് ഇവിടെ വെക്കോളൂ. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം കൗണ്ട് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ വ്യൂ. ഇതിന് മുമ്പെന്നൊക്കെ ഒരു വീഡിയോ എടുത്താൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഈ ലൈറ്റും പിന്നെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് കൊടുത്താൽ മാഷാ നല്ല ലുക്ക് ഉണ്ടാവും കാണാൻ. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ നിങ്ങൾക്ക് റയർ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് വെച്ചോളി, ഒന്ന് ലൈക്ക് ചെയ്തോളി. ഓക്കെ.